ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ എറണാകുളം കലൂരിലുള്ള TNT എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലോട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഓർഡർ ചെയ്തത് ഷവായാണ്. ഒരു ക്വാർട്ടർ ഷവായ വിത്ത് റൈസും ഒരു ക്വാർട്ടർ ഷവായ വിത്ത് കുബൂസുമാണ്. പിന്നെ ഇവര് മൊമോസ് ഉണ്ട് ഇവിടെ. മൊമോസ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു മിൻലൈമും ഒരു കിറ്റ്കാറ്റ് ഷേക്കും ഓർഡർ ചെയ്തു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. നല്ല രസമുണ്ടല്ലേ, ഇവിടെ ഒരു നല്ല ആംബിയൻസ്, മണ്ണിൻ്റെ ആംബിയൻസ് ആണ് ഇവിടെ ഫുള്ള് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഷവായ വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ ക്വാർട്ടർ റൈസ് കോംബോയും പിന്നെ കുബൂസുമായിട്ടാണ് മേടിച്ചത്. റൈസ് നല്ല അടിപൊളി റൈസാണെന്ന് തോന്നുന്നത്, കണ്ടിട്ടില്ലേ? ആദ്യം ഇവരുടെ റൈസ് തന്നെ ട്രൈ ചെയ്ത് നോക്കാം. മന്തിയുടെ റൈസ് കഴിക്കുന്നു, പക്ഷെ കളറൊന്നും കാണാനില്ല കേട്ടോ. നല്ല അടിപൊളി റൈസ്. ഇവർക്ക് 3 സോസ് ഉണ്ട്. മിന്റ്, പിന്നെ ഇത് ബീട്രൂട്ട് ആണെന്ന് തോന്നുന്നു, പിന്നെ മയണൈസ്. ഓ കൊള്ളാടെ, എൻ്റെ വിഷമം മാറി. ആലുവയെന്ന് ഇവിടം വരെ വന്നില്ലേ, അതിൻ്റെ വിഷമം അങ്ങ് മാറി. മയണൈസ് കൊള്ളാം. നമ്മൾ മയണൈസ് അല്ല, മറ്റേ വേറൊരു ടേസ്റ്റ് വരുന്നില്ല. ബീട്രൂട്ട് കൊള്ളാം, നല്ല മധുരമുണ്ട്. മിൻറ്റ് ചട്നി, നോർമൽ മിൻറ്റ് ചട്നി. മസാല ചവായി പോലെ കുറേ ഗ്രേവി ഉണ്ട്. കുബൂസും കൂടി കഴിക്കാനായിരിക്കും. പിന്നെ കുറച്ച് ഗ്രീൻ ലീവ്സ് കിടപ്പുണ്ട്. പിന്നെ ഇവരുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള മാംഗോ ഇതെല്ലാം കഴിച്ചു. ഇത് പഴുത്ത മാങ്ങയിൽ ചതച്ച മുളകൊക്കെ ഇട്ടിട്ടുള്ള ഒരു സാധനം കിടക്കുള്ളതുണ്ട്. അപ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആയിട്ട് കുബൂസ് ഓക്കെയാണ്. പുറം കുറച്ച് കട്ടിയാണെന്നേ ഉള്ളൂ, പക്ഷെ അതും നല്ല ഫ്ലഫിയാണ്. കൊള്ളാം. കുബൂസും ഈ ഗ്രേവി ആയിട്ട് കുറച്ച് കഴിച്ചേക്കാം. കൊള്ളാം. നല്ല മസാല, നല്ല ടേസ്റ്റ് ഉണ്ട്. എൻ്റെ ഫസ്റ്റ് ടൈമാണ് TNT ട്രൈ ചെയ്യണേ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ നമ്മുടെ TNTയുടെ സിഗ്നേച്ചർ ഷവായ അതെങ്ങനെ ഉണ്ടെന്ന് നോക്കാം. റിയലി ഗുഡ്, ടോപ്പ്, അടിപൊളി ഷവായ. നല്ല വേറെ ലെവൽ ഷവായ. ഞാൻ ഇത്രയും ടേസ്റ്റുള്ള ഷവായ കഴിച്ചിട്ടില്ല. അതിൽ ഇത്ര ജ്യൂസിയാണ് കേട്ടോ. ജ്യൂസി ആയിട്ടും എങ്ങനെയാണ് ഈ ടേസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് മനസ്സിലാവില്ല. ഗ്രേവി ഒരു തുള്ളി പോലും വേസ്റ്റ് ചെയ്യാൻ പാടില്ല. മയണൈസ് അടിപൊളി കേട്ടോ. കുറച്ച് ഇല വന്നിട്ടുണ്ട്. സൂപ്പർ കേട്ടോ. സൂപ്പർ സാധനം. ഇപ്പൊ വാനിഷാവും. നമ്മൾ ഓർഡർ ചെയ്ത കിറ്റ്കാറ്റ് ഷേക്ക് വന്നിട്ടുണ്ട്. കാണാനൊക്കെ അടിപൊളിയല്ലേ. സ്പൂണായിരുന്നു. എക്സെപ്ഷൻ അല്ല, ഒരു നോർമൽ കിറ്റ്കാറ്റ് ഷേക്ക് അതിൽ കൂടി വന്നത്. നമ്മുടെ മിൻലൈമും വന്നിട്ടുണ്ട്. കിറ്റ്കാറ്റ് ഷേക്ക് ഓക്കെ ആയിരുന്നു, ഭയങ്കര സംഭവമൊന്നുമല്ല. മിൻലൈം പിടിച്ചു കൊള്ളാം, നല്ലൊരു മിൻലൈം. എനിക്ക് ഏറ്റവും പ്രശ്നം ഇവിടെ മയണൈസ് ആണെന്ന് തോന്നിയത്. മയണൈസ് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പാക്ഡൊക്കെ മേടിക്കുമല്ലോ, വലിയ ഫ്ലേവർ ഇല്ലാത്തൊരു എഗ്ലെസ് മയോണൈസിനെ പോലെ, അതുപോലത്തെ ഒരു ജീവനില്ലാത്ത മയോണൈസ് ആയിപ്പോയി. പക്ഷെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ഷവായോ ബാക്കിയുള്ള കാര്യത്തിന് മയോണൈസിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ. അത്രയ്ക്ക് ടോപ്പ് ലെവൽ ഷവായാണ്. നമ്മുടെ അടുത്ത ഐറ്റം വന്നിട്ടുണ്ട്. മൊമോസ്, ചിക്കൻ മൊമോസ് ആണ്, നോർമൽ. ഒരു സോസ് എനിക്കൊന്ന് മറ്റേ എരിവുള്ള സോസ് ആയിരിക്കണം. എരിവുള്ള സോസ്.
ഇതിൻ്റെ മുകളിലും ഒരു സോസ് വെച്ചിട്ടുണ്ട്. നല്ല ചൂടുണ്ട്, ഫ്രഷ്ലി ഉണ്ടാക്കിയതാണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിസ്മില്ലാ. ഇവർക്ക് എങ്ങനെയാണ് ഇങ്ങനെ സൂപ്പർ ടേസ്റ്റ്. ഇത് ഫുൾ ഓൺ എരിവായിരിക്കും. ഇതെടുക്കാതെ മര്യാദയ്ക്ക് കഴിക്കുന്ന നല്ല. ഒന്നുകൂടെ കഴിക്കും. സൂപ്പർ ബേട്ടാ, നല്ല സാധനമാണ്. നമ്മളെന്തായാലും ഇനി ഇവിടെ വരും. അപ്പോൾ ഇതിനകത്തുള്ള ഓരോരോ സാധനങ്ങൾ കഴിക്കും. ഇപ്പം സ്ഥലമില്ല. അമ്മ ഷവർമ്മ ഉണ്ടോ ഇവിടെ ഉച്ചയ്ക്ക് ഷവർമ്മ അവൈലബിൾ ആണ് കേട്ടോ. നല്ല സൈസുകളൊക്കെ അമ്മണ്ട ഷവർമ്മ ഗൈസ്. അപ്പോൾ നമ്മൾ കഴിച്ചിറങ്ങി. അപ്പോൾ ഇനി പ്രൈസ് ബ്രേക്കപ്പ് പറയാം. ഷവായി ക്വാർട്ടറിന് 170 രൂപ. ഷവായി റൈസ് കോംബോ ആണ് നമ്മൾ മേടിച്ചത്. അപ്പോൾ റൈസ് എക്സ്ട്രാ ആ കോംബോയിൽ കൂടെ വന്നതാണ്. അത് 250 റുപ്പീസ്. പിന്നെ ചിക്കൻ മോമോസിന് 120 റുപ്പീസ്. മിൻലോ ഐമിന് 50 റുപ്പീസ്. കിറ്റ്കാറ്റ് ഷേക്കിന് 140 റുപ്പീസ്. ടോട്ടലായത് 767 റുപ്പീസ് ആയിരുന്നു.